യോടെ ജീവിച്ചാൽ സ്വർഗമെന്ന മനോഹരമായൊരു ലോകമുണ്ട്. വലികുല്ലി സഈൻ സാലിഹിൻ ബാബുൻ വറബ്ബു സഈമിൻ ദാഖിലുൻ ബിയമാനി. മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ എഴുതുകയാണ് നൂനിയിൽ, അതാ കണ്ടില്ലേ, എല്ലാ സൽക്കർമ്മങ്ങൾക്കും സ്വർഗത്തിൽ കവാടമുണ്ട്. ബാബുൽ ജിഹാദി വദാക അലാഹ വബാബു സൗബി യുദഅൽ ബാബു ബിർറയ്യാനി. ധർമ്മസമരത്തിന്റെ ആളുകൾക്കാണ് സ്വർഗത്തിലെ ഉന്നതമായ കവാടം. നോമ്പുകാർക്കൊരു കവാടമുണ്ട്, അതിന്റെ പേര് റയ്യാൻ എന്നാണ്. ഫലസൗഫ യുദ്അൽ മർഉ മിൻ അബ്വാബിഹാ ജംഅൻ ഇദാ വാഫാ ജലൽ ഈമാനി മിൻഹും അബൂബക്കർ വസ്സിദ്ദീഖ് ദാക ഖലീഫത്തുൽ മബ്ഊസ് ബിൽ ഖുർആനി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ പറ്റി ജീവിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ മഹാന്മാരായ ആളുകൾ സ്വർഗത്തിലെ എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്നവരാണ്. അങ്ങനെ നല്ലൊരു സ്വർഗമുണ്ട് പെങ്ങളെ, അവിടെ ക്ഷീണമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിലറിയേണ്ട. അങ്ങനെ മനോഹരമായൊരു സ്വർഗം നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ള യുവാവേ. ഹൂറുല്ലീങ്ങളെന്ന സ്വർഗീയ നാരികൾ റാണികൾ അവിടെയുണ്ട്. അവർക്കുള്ള പൊൻപല്ലിന്തലങ്ങൾ കണ്ട് ജിബ്രീൽ പോലും അമ്പരങ്ങിയിട്ടുണ്ട്. രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, സുഖിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്. അങ്ങനെ സുന്ദരികളായ വിശുദ്ധകളായ സ്വർഗീയ റാണികൾ നിങ്ങൾക്കൊരുക്കി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല, ദുനിയാവിൽ കണ്ടവരുടെയൊക്കെ പിന്നാലെ പോയവർക്കത് കിട്ടൂല മോനെ. ദുനിയാവിലെത്ര സുന്ദരിയായാലും അവളെ നാളെ കിഴവിയാണ്, രോഗിയാണ്, മരിക്കുന്നതാണ്. സ്വർഗത്തിലെ റാണികൾ അങ്ങനെയല്ല. അതല്ലേ ഖുർആൻ പറയുന്നത്, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. വെറുതെ അല്ല ദുനിയാവിൽ നിയന്ത്രിച്ച് ജീവിക്കുന്നത്, മതം പഠിച്ചവർ ചിട്ടപാലിക്കുന്നത് അപ്പുറത്ത് വലിയ നേട്ടം കണ്ടിട്ടാണ്. ചില ചെറുപ്പക്കാര് വിചാരിക്കും, മൗലിയാമാര് കൊണ്ടില്ലേ സിനിമ കാണുന്നില്ല, മൗലിയാമാരെ കൊണ്ടില്ലേ ഈ പാട്ടും കുപ്പായം ഇടുന്നില്ല, അവർക്ക് കഷ്ടമായി പോയല്ലോ. മോനെ അങ്ങനെയല്ല, നല്ല സൂപ്പർ ചരക്കപ്പുറത്തുണ്ട്, അത് കിട്ടണമെങ്കിൽ ഇതെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മോനെ നിയന്ത്രണം പാലിക്കുന്നത്. ഇവിടത്തെ കള്ളു കുടിക്കാത്തത് നാളത്തെ നല്ല സ്വർഗത്തിലെ കള്ളു കുടിക്കാനാണ്. ഇവിടത്തെ പലിശ വാങ്ങാത്തത് നാളെ നരകത്തിലെ അദാബിൽ പെടാതിരിക്കാനാണ്. ഇവിടുന്ന് പെണ്ണിന്റെ പിന്നാലെ പോകാത്തത് നല്ല ഹൂറികളുള്ള സ്വർഗം ഉള്ളതുകൊണ്ടാണ്. നീ അതുകൊണ്ട് ബുദ്ധിയുള്ളവനാകണേ മോനെ, തത്വത്തോടെ ജീവിക്കണേ മോനെ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, വേണ്ടതെല്ലാം ഒരുങ്ങി തയ്യാറായൊരു സ്വർഗമുണ്ട്. അതാ യാസീൻ നിങ്ങൾ ഓതുന്നില്ലേ? ഭാര്യാഭർത്താക്കന്മാര് ഇണകൾ, അതുപോലെ ഭാര്യഭർത്താക്കന്മാര് ഇണതുണകള് അലല്ലറായിക്ക് മുത്തഖിഊൻ, അവരവരുടെ ശബ്ദമഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരിക്കിടക്കുകയാണ്. ആനന്ദത്തിന്റെ വീടാണ് സ്വർഗം, ആഘോഷത്തിന്റെ വീടാണ് സ്വർഗം. അതെല്ലാം കിട്ടിയാലും പിന്നെയുള്ള വലിയൊരു നേട്ടം അവിടെയുണ്ട്. വലദൈനാ മസീദ്.